നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങോട്ട് കൊടുക്കും. മതി മതി മതി. എന്താ ഇതൊക്കെയാണോ ഇവിടെ കഴിക്കാനുള്ളത്? ഇത്തരം വൃത്തികെട്ട സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. എടുത്തോണ്ട് പോ ഇതൊക്കെ എന്റെ മുമ്പിൽ നിന്ന്. വസുന്ധര പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എന്തോ വിഷം കലക്കി കൊണ്ടുവന്നാണെന്ന്. നല്ല ഒന്നാന്തരം കഞ്ഞിയും നാടൻ കപ്പയും കാന്താരി മുളക് ചമ്മന്തിയും എന്ത് രുചിയാണെന്ന് അറിയോ വസുന്ധരയ്ക്ക്? ഒന്ന് കുടിച്ചു നോക്ക്. നിങ്ങളൊക്കെ ഏത് യുഗത്തിലാ ജീവിക്കുന്നേ? ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കണ്ടേ? പറമ്പിലെങ്ങാണ്ട് കിടന്നൊരു പ്ലാവല എടുത്തോണ്ട് വന്നിരിക്കുന്നു. കൾച്ചറില്ലാത്ത വർഗങ്ങള്. ഞാൻ പ്ലാവില കൊണ്ട് കരണ്ടി കൊട്ടിയത് ഇവിടെ സ്റ്റീലിന്റെ സ്പൂൺ ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല വസുന്ധരെ. ഓ, അപ്പൊ പിന്നെ മനഃപൂർവ്വം എന്നെ അപമാനിക്കാമെന്ന് കരുതിയിട്ടായിരിക്കും അല്ലേ? നല്ല ചൂട് കഞ്ഞി പച്ച പ്ലാവില കരണ്ടിയിൽ കോരി കുടിച്ച അതിനൊരു പ്രത്യേക ഔഷധ ഗുണാ. വയറിനും മനസ്സിനും. അതറിയോ വസുന്ധരയ്ക്ക്? എനിക്കൊരു ഔഷധ ഗുണവും വേണ്ട. ഞാനോ എന്റെ മോനോ ഇങ്ങനെയൊന്നും ശീലിച്ചിട്ടുമില്ല. ഇതൊക്കെ കഴിക്കാൻ ഗൗതമന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഏയ്, അമ്മേ, ഇതിൽ നിന്നൊരു കപ്പ എടുത്ത് മുളക് ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി വായിലോട്ട് വെച്ച് നോക്കി. എന്താ ഒരു ടേസ്റ്റ്! ഒരു രക്ഷയില്ല. അമ്മ ഒന്ന് കഴിച്ചു നോക്കി, എന്നാലേ രുചി അറിയാൻ പറ്റൂ. ആന്റി, കഞ്ഞിയും കപ്പയൊക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് സിമ്പലാ. ആന്റി അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് അറിയാത്തതാ ഇതൊക്കെ. നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. വസുന്ധര ഞങ്ങളുടെ അതിഥിയ. അതിന്റെ മാന്യത ഞങ്ങള് കാണിക്കുന്നുണ്ട്. ഇത് കഴിച്ചെന്ന് കരുതി ഒരു ദോഷവും വരില്ല വസുന്ധരെ. ഇവനെ ഏത് തൊഴുത്തി കൊണ്ട് കെട്ടിയാലും അവൻ അവിടെ കിടന്നോളും. ആ ഗണത്തിലെ എന്നെ പെടുത്തണ്ട. പട്ടിണി കിടന്നാലും ശരി, ഇതൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. മാറങ്ങോട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ മാഡം ഇതൊന്നും കഴിക്കൂലെന്ന്. പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു. ഇവിടെ കഞ്ഞിയും കപ്പയാണെന്നറിഞ്ഞെങ്കിൽ ഞാൻ ആന്റിയും കൊണ്ട് നേരത്തെ പുറത്തു പോയി എന്തെങ്കിലും കഴിച്ചേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? വസുന്ധരെ, അത്താഴപ്പട്ടിണി ഇടാൻ പറ്റില്ലല്ലോ. വിളിച്ചു വരുത്തിയതാ. അപമാനിച്ചൊന്നും തോന്നാൻ പാടില്ല. എന്താന്ന് വെച്ചാ ആലോചിച്ച് ചെയ്യണം. മുത്തശ്ശി നേരത്തെ പറഞ്ഞാണ് ശരി. എന്തായാലും വെച്ചു കളയുമ്പോൾ വിഷമൊന്നും അല്ലല്ലോ. അമ്മയ്ക്ക് വിശക്കുമ്പോ അമ്മ തന്നെ വന്ന് കഴിച്ചോളൂ. ഇപ്പൊ ഈ കാണിച്ചൊക്കെ വെറും ഷോയല്ലേ. വിട്ടുകളഞ്ഞേക്ക് മുത്തശ്ശി കുറച്ച് കഞ്ഞി. ഇതെടുത്ത് കഴിക്ക. ഈ ഗൗതം എന്താ ഇങ്ങനെയായി പോയത്? ഞാൻ എങ്ങനെ അവനെ വളർത്തിക്കൊണ്ട് വന്നത്? നീതി എന്ത് ചെയ്യുന്നു അതൊക്കെ ഇപ്പൊ അവനും മഹത്തരമായി. അവൾ ഇരിക്കുന്നിടം അവന് സ്വർഗമായി. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അവനെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അതും നടക്കുന്നില്ലല്ലോ. എല്ലാം തിരിഞ്ഞു കൊത്തുകയാ. ഓ, വയറും വിശക്കുന്നു. ഈ മുറിയിലാണെങ്കിൽ AC-യും ഇല്ല. ഇന്ന് കാളരാത്രിയാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരധികപ്പറ്റിനെ പോലെ ഞാൻ ഇവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരും. ഒരു ഇഷ്യൂ ഉണ്ടാക്കിയേ പറ്റൂ. നിധി, എന്താ എന്ത് പറ്റി?
ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ആന്റി അത് കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട. വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണം ഉണ്ടോ ഇവിടെ? ഉറങ്ങാനായിട്ട് AC ഉള്ള മുറി പോലും ഇല്ല. AC-യുടെ കാര്യം പറയുമ്പോ ഐസ് പെട്ടി എന്ന് പറയുന്ന കൾച്ചർലെസ് ജനങ്ങള്. ഞാൻ ഇവിടെ എന്താ വേണ്ടത്? ആന്റി ഈ ജനലൊന്ന് തുറന്നിട്ടേ, നല്ല തണുത്ത കാറ്റ് കിട്ടും. അയ്യോ, ഇനി അത് തുറന്ന് മലർത്തിയിടാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ തന്നെ കൊതുകിന്റെ ശല്യം കാരണം ഇരിക്കാൻ വയ്യ. കൊതുകോ? പുറത്ത് കൊതുക് കാണും, വീടിനകത്തൊന്നും കൊതുകില്ല. ദേ കണ്ടോ, പറഞ്ഞു തീരുന്നതിന് മുമ്പേ കൊതുക് കടിച്ചു. ശോ, എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരുന്ന 4 പാടത്തും കൊതുക് വന്ന് മൂടും. ഞാൻ എങ്ങനെയാ ഇവിടെ സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങുന്നേ? സത്യമാണ് ആന്റി പറഞ്ഞത്, ഇവിടെ ഒരു മുറിയിലും കൊതുകില്ലാന്നേ. ദേ നോക്ക്. പിന്നെ ഞാൻ ഈ തല്ലിക്കൊല്ലുന്നൊക്കെ എന്തിനാ? ഛേ, അതിന്റെ വൃത്തിയായിട്ടൊരു മൂളലും. ശ്ശോ, കൊതുകിന്റെ ശല്യം കാരണം എനിക്കിവിടെ ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വസുന്ധരയെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊതുക് കടിക്കുന്നുണ്ടെങ്കിൽ അത് കൊതുക് കാണിക്കുന്ന അഹങ്കാരവും വേർതിരിവുമാണ്. അല്ലെങ്കിൽ ഈ വീട്ടിലെ എത്രയോ ആളുകളുണ്ട്, അവരാരെയും കടിക്കാത്ത കൊതുകിന് വസുന്ധരയെ മാത്രം ഉപദ്രവിക്കുന്ന എന്താവശ്യമോ കൊതുകിന്? എന്താ എന്നെ പരിഹസിക്കുകയാണോ? അയ്യോ, ഞാൻ ഈ പറഞ്ഞതിന് വസുന്ധരയ്ക്ക് പരിഹാസമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്തോ. തിരുത്താനെന്ന് ഞാൻ വരുന്നില്ല. ആയിക്കോ, ഈ വൃത്തികെട്ട സ്ഥലത്തേക്ക് വന്ന് കേറിപ്പോയില്ലേ? പക്ഷെ എനിക്ക് ഉറക്കൊഴിഞ്ഞിരുന്ന് കൊതുകിനെ അടിക്കാനൊന്നും പറ്റില്ല. നീ ഗൗതമനെ ഒന്ന് വിളിച്ചേ, എനിക്കിതിലൊരു തീരുമാനം ഉണ്ടാക്കണം. കൊതുകിനെ അടിക്കാൻ ഗൗതമനെ വിളിക്കണോ വസുന്ധരെ? ഈ മുറിയിൽ കൊതുകുണ്ടെന്ന് വസുന്ധര പറഞ്ഞതിനെ ഞാൻ മുഖവിലക്കെടുത്ത് സമ്മതിച്ചു തരികയാ. ആതിഥേയ എന്ന നിലയിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ബാധ്യതയും എനിക്കുണ്ട്. എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്? ദേ ഒന്ന് ക്ഷമിക്കേ, ഞാൻ ഇപ്പൊ വരാം. കണ്ടോ, പട്ടി കടിക്കുന്നത് പോലെയാ കടിക്കുന്നത്. ആന്റി ഒന്ന് സമാധാനപ്പെട്, പരിഹാരം ഉണ്ടാക്കാമെന്ന് മുത്തശ്ശി പറഞ്ഞില്ലേ. മോളെ ഇതൊന്ന് പിടിച്ചേ. എന്താ ഇത്? ഇതേ കൊതുകിനെ തുരത്താനുള്ളൊരു ഏർപ്പാടാ. ഇവിടെ മുറ്റത്ത് സ്ഥിരം വയ്ക്കുന്നതാ വസുന്ധരെ. എനിക്കിതൊന്നും വേണ്ട, കൊണ്ടുപോയ പുറത്തേക്ക്. ആന്റി ഇത് ഒരു ദോഷവും ചെയ്യില്ല ആന്റി. ആടലോടകവും ആര്യവേപ്പിലയും എല്ലാം ചേർന്ന ഒരു ആയുർവേദ കൂട്ടാണ് ഈ കത്തിക്കുന്നത്. കൊതുക് കടിയിൽ രക്ഷപ്പെടാന്ന് മാത്രമല്ല, ഈ പുക നമ്മുടെ ചർമ്മത്തിന് നല്ലതാ. കുറച്ച് കുന്തിരിക്കാൻ കൂടി ചേർത്താ സംഗതി ഉഷാറാവും.